ഇനി കൊച്ചിയിലേക്ക് നമുക്കൊന്ന് പോകണം. അവിടെ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു എന്ന വാർത്ത വരുന്നു. വായു ഗുണനിലവാര സൂചിക ഇന്ന് രാവിലെ 160 രേഖപ്പെടുത്തി. 300-ലധികമാണ് ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ആളുകൾ ശരിക്കും നല്ല ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഡൽഹിക്ക് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ നമ്മുടെ കൊച്ചിയിലും ചില്ലറ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ കിട്ടുന്നു. ജാഗ്രത വേണമെന്ന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എയർ ക്വാളിറ്റി മിഷൻ പോലും കൊച്ചിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ രാജഗോപാൽ കമ്മത്ത് 24 പറഞ്ഞു. എറണാകുളത്ത് സ്മോഗിൻ്റെ സാന്നിധ്യം ഈ അടുത്ത കാലത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നാണ് അതിൻ്റെ പേര്. അത് പ്രത്യേകിച്ച് ഈ ശൈത്യകാലത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എറണാകുളത്ത് മാത്രമല്ല, മലിനീകരണമുള്ള മിക്ക നഗരങ്ങളിലും ഇത് കാണുന്നുണ്ട്. കേരളത്തിലെ മറ്റ് നഗരങ്ങളിൽ വ്യവസായശാലകൾ അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന എമിഷൻസ്, അവിടെ നിന്നുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇറക്കുകയും അത് ജലബാഷ്പവുമായിട്ട് ചേർന്ന് സ്മോഗായി താപനില കുറയുമ്പോൾ സ്മോഗായി മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അളക്കാനായിട്ട് എയർ ക്വാളിറ്റി മോണിറ്ററുകൾ ഒന്നും തന്നെ എറണാകുളത്ത് ഇപ്പോൾ തൽക്കാലം നിലവിലില്ല. ഇതിനൊരു പ്രധാന പ്രശ്നം വരുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കാണ്. ഇവർക്ക് രാവിലെ 10 മണി വരെ പുറത്തു പോകാനായിട്ടുള്ള പ്രയാസം ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട്. വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശരിയാണ്. വിവൻ, കൊച്ചിയിലെ അവസ്ഥ എന്താണ്? നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ, പറയൂ വിവരങ്ങൾ. അതേ രാജ്യ തലസ്ഥാനത്തെ വിവരങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ സ്ഥിതികൾ ഒക്കെ നമ്മൾ തന്നെ കണ്ടതാണ്. ഇപ്പോഴിതാ കൊച്ചിയിലും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. പുകമഞ്ഞ് എന്നുള്ളൊരു പ്രതിഭാസം, ഒപ്പം തന്നെ വായു മലിനീകരണത്തിന്റെ തോത് അത് രൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഈ കാക്കനാട്, അതായത് ഈ വ്യവസായശാലകൾ സ്ഥിതി ചെയ്യുന്ന ഏലൂര്, കാക്കനാട്, തൃപ്പൂണിത്തറ തുടങ്ങിയ മേഖലകളിലാണ് രൂക്ഷമായി തന്നെ ഏകദേശം ഒരു 10 മണിവരെ പുകമഞ്ഞ് ഉള്ളത്. അപ്പോൾ ഈ നടക്കുന്ന ആളുകൾക്കൊക്കെ, രാവിലത്തെ വാക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. ഇതിപ്പോൾ ഇൻഫോ പാർക്കിന്റെ റോഡാണ്. അവിടെ നമുക്ക് ആ കാഴ്ച കാണാം. ഇപ്പോഴും ആ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. സാധാരണഗതിയിൽ ഇവിടുത്തെ ഒരു വായു മലിനീകരണം, ഒപ്പം തന്നെ വ്യവസായശാലകളിൽ നിന്നുള്ള പുക പുറത്തേക്ക് വരുന്നു. ഈ ഡിസംബറിലെ മഞ്ഞ്, ഇതെല്ലാം കൂടി ചേരുന്ന ഒന്ന്, അത് ശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. 50 അതിൻ്റെ ഒരു എയർ ക്വാളിറ്റിയിലെ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിപ്പോൾ 160 എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഇന്നലെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്കൊക്കെ അത് പോയിരുന്നു. ഇന്ന് അല്പം കുറവുണ്ട് എന്നുള്ളത് തന്നെ പറയാം. ചേട്ടൻ എവിടുന്നാ? ഞാൻ വൈക്കത്തുനിന്നാണ്. കൊച്ചിയിലെത്തിയിട്ട് എത്ര ദിവസമായി? കൊച്ചിയിൽ ഇവിടെയാണ് ജോലി. അപ്പൊ ഞാൻ വൈക്കത്തുനിന്ന് ഡെയിലി പോയി വരണം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ പുകമഞ്ഞ് ഇപ്പൊ ഇന്നലെ മുതൽ തുടങ്ങിയതായിരുന്നു. ഇന്നലെ ഒരു 6 മണിയായപ്പോൾ ആള് അടുത്ത് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇന്ന് ഇത്തിരി വ്യത്യാസമുണ്ട്. അതിന് വെളുപ്പിനെ അത് 6 മണിക്കാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. ഇന്നലെ 6 ഇന്നലെ 7 വരെ ഇതുപോലെ തന്നെയുണ്ട്. ഇന്നും ഉണ്ട്. മാസ്ക് വയ്ക്കുന്നത് നല്ലതെന്നാ പറയുന്നത്. ശ്വാസം മുട്ടൽ, ഒരു ചെറിയ ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടുന്നുണ്ട്. വൈക്കത്ത് അത്ര ഒരു ക്ലാരിറ്റി ഇല്ല. വൈക്കത്ത് കുഴപ്പമില്ല. ഇത്ര ഇവിടെ അത് തന്നെയല്ല ദുർഗന്ധം. എന്ത് മണമെന്നറിയും, ഭയങ്കര മണം, ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വെളുപ്പിനെയാണ് അന്തരീക്ഷം ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ദുർഗന്ധമാണ്. മാസ്ക് വെക്കാതിരിക്കാൻ പറ്റൂല, ആ രീതിയിലായി. അപ്പോൾ മാസ്ക് വയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വിദഗ്ധരും പറയുന്നത്. കുസാറ്റിലൊക്കെയുള്ള വിദഗ്ധരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു വായുമലിനീകരണം ഇത് അങ്ങനെ വലിയ പേടിക്കേണ്ടതല്ല. പക്ഷേ അക്കാര്യത്തിൽ ജാഗ്രത വേണം. പ്രത്യേകിച്ച് ഓൾറെഡി അസുഖങ്ങളുള്ള ആളുകൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെയുള്ള ആളുകൾ, രാവിലെ നടക്കാൻ പോകുന്ന ആളുകളൊക്കെ മാസ്ക് വയ്ക്കുന്നതാണ് ഏറ്റവും ഗുണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അത് വർദ്ധിക്കാൻ, അതായത് ഈ ഒരു ഗുണനിലവാര സൂചിക അത് താഴാനും, ഒപ്പം തന്നെ ഈ വായുമലിനീകരണത്തിൻ്റെ ഒരു തോത് അത് ഈ 160 എന്നുള്ളത് ഉയരാനൊക്കെയുള്ള ഒരു സാധ്യത കൂടി മുൻകൂട്ടി കാണണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ വിദഗ്ധരൊക്കെ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.